ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും. 11 മണിയോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് തീരുമാനമായിട്ടുള്ളത്. ഇന്നലെ ഡൽഹിയിൽ ചേർന്ന NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി CP രാധാകൃഷ്ണനെ പരിചയപ്പെടുത്തുകയും അദ്ദേഹത്തിന് ആശംസകൾ നേരുകയും ചെയ്തിരുന്നു. നാളെയാണ് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിവസം. അടുത്ത മാസം 9-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മുൻ സുപ്രീം കോടതി ജഡ്ജി B. സുദർശൻ റെഡ്ഡിയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. ശ്രീകാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സ്ഥാനത്തേക്കുള്ള നോമിനേഷൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് NDA സ്ഥാനാർത്ഥി കൂടിയായ CP രാധാകൃഷ്ണൻ. ഇന്നലെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ NDA ഘടകകക്ഷികൾക്ക് മുഴുവൻ പരിചയപ്പെടുത്തുകയും എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഏകകണ്ഠമായി ഈ പേര് NDA ഘടകകക്ഷികൾ മുഴുവൻ അംഗീകരിക്കുകയും ചെയ്തു. YSR കോൺഗ്രസ് അടക്കം NDAക്ക് പുറത്തുള്ള കക്ഷികൾ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കും, CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം B. സുദർശൻ റെഡ്ഡി മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ്. അദ്ദേഹത്തെയാണ് ഇന്ത്യ സഖ്യം അവരുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നത്. നിലവിലെ അംഗബലം അനുസരിച്ച് NDA സ്ഥാനാർത്ഥിക്ക് വിജയിക്കുന്നതിനാവശ്യമായ സംഖ്യ പാർലമെന്റിൽ നിലവിലുണ്ട്. ശരി ശ്രീകാന്ത്.